കോടികൾ മറിച്ചിട്ട് കോടികൾ തട്ടിച്ചിട്ട് പച്ചക്കള്ളം പറയുക. വി അബ്ദുറഹ്മാൻ എന്ന മുൻ കായിക മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഒപ്പിട്ടത് സ്പോൺസറായ റിപ്പോർട്ടർ TV മുതലാളിമാരാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുക, അവരോട് തട്ടിക്കയറുക, ഇതൊക്കെയാണ് ഇയാളുടെ ഒരു ശീലം. ഇതിനു മുൻപും മെസ്സി വരും ഏതൊരു സിനിമയിൽ മോഹൻലാൽ വരില്ലേ എന്ന് ജഗതി ചോദിക്കുന്നത് പോലെ, ജഗതിയുടെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ മെസ്സി വരില്ലേ, ജനങ്ങളെ ഇപ്പം മെസ്സി ആരാധകരോ ജനങ്ങളോ ആരുമാകട്ടെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാം. പക്ഷേ അതിന് ഈ 126 കോടി രൂപ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് നിയമങ്ങളും ലംഘിച്ച് വിദേശത്തേക്ക് കടത്തിയത് എന്തിനു വേണ്ടി എന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. ഖജനാവിന് ഒറ്റ പൈസ ബാധ്യതയായിട്ടില്ല, എല്ലാം സ്പോൺസറുടെ കയ്യിലാണ്. AFIയുമായിട്ട് എല്ലാ ഇമെയിലുകളും നടത്തിയത് ഈ സ്പോൺസറാണെന്നാണ് പറയുന്നത്. പക്ഷേ മന്ത്രി നേരിട്ട് നടത്തിയ ഇമെയിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെ ചർച്ചയായിരിക്കുന്നു. ശക്തമായ അന്വേഷണം ഈ മുൻ മന്ത്രിക്കെതിരെ ഉണ്ടാകണം. മാത്രമല്ല, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഇയാൾ ഈ കായിക മന്ത്രിയും പിണറായി വിജയനോട് ചേർന്നാണ് കളിച്ചത് മുഴുവൻ. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലകും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ കളി മുഴുവൻ കളിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ N പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിനൊക്കെ നിമിഷങ്ങൾ മതി കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ. കാരണം എല്ലാം മുമ്പിൽ തന്നെ സുതാര്യമായ രേഖകളായിട്ടുണ്ട് ഈ നടത്തിയ ഇടപാടുകളൊക്കെ തന്നെ. പിന്നെ എന്തിനിങ്ങനെ പച്ചക്കള്ളം പറയുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു? ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയായി ഇരുന്ന ആളല്ലേ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്ത് ഇരുന്നയാളല്ലേ. AFIയുമായി വകുപ്പ് അറിയാതെ ഇദ്ദേഹം തന്നെ നേരിട്ട് പല ഇമെയിൽ പരിപാടി നടത്തി. അതിനൊക്കെ എത്ര കോടി കിട്ടി, പിണറായിക്ക് എത്ര കോടി കൊടുക്കേണ്ടി വന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യ ഗഡു ലഭിച്ചു എന്ന വിവരവും പിന്നീട് കരാർ റദ്ദാക്കി എന്ന വിവരവും AFI മന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതൊന്നും ജനങ്ങളോട് പറഞ്ഞില്ല. അനുബന്ധ കരാറുകൾ റദ്ദാക്കിയതിൽ നീരസം പ്രകടിപ്പിച്ച് അബ്ദുൾ റഹ്മാൻ AFIക്ക് കത്തയച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കായിക വകുപ്പ് സെക്രട്ടറി നടത്തിയ അന്വേഷണവും അതിനുശേഷം സർക്കാരിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മുൻ മന്ത്രി എന്ന അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ മന്ത്രി അബ്ദുറഹ്മാനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും RBC എന്ന സ്പോൺസറും തമ്മിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പരസ്പരം നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച ആശയവിനിമയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കരാറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പണം നൽകിയതുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളുമൊക്കെ ഇമെയിലിലുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള തന്റെ പ്രത്യേക താല്പര്യമടക്കം അദ്ദേഹം പങ്കുവച്ച ഈ ഇമെയിൽ സന്ദേശങ്ങളിൽ ഉണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ സ്പോൺസറുമായി ചേർന്ന് ഉണ്ടാക്കിയ 3 കരാറുകളിൽ $90 ലക്ഷം നൽകിയ ആദ്യ കരാറും $55 ലക്ഷം രണ്ടാമത്തെ കരാറും പണമിടപാടുകൾ വൈകിയത് കാരണമാണ് റദ്ദാക്കപ്പെട്ടത്. മെസ്സിയെ കൊണ്ടുവരാൻ 130 കോടി രൂപ നൽകിയ ടൂർ പ്രോ എൻറ്റർ എന്ന കമ്പനി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ FBI അന്വേഷണം നേരിടുന്ന ഒന്നാണെന്നും ഇതിനു പിന്നിൽ വലിയൊരു സാമ്പത്തിക സ്കാം നടന്നിട്ട് ഉണ്ട് എന്നുമുള്ള ആരോപണമുണ്ട്. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും പണം തട്ടുന്നതിനും അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിനുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനും റിപ്പോർട്ടർ TVയുടെ ആൾക്കാരും ഈ ചില തട്ടിപ്പ് കമ്പനികളും ഒക്കെ ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയുമായിരുന്നു എന്നുള്ള രേഖകൾ സഹിതമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇത് മുൻമന്ത്രിയല്ല, മുൻ മുഖ്യമന്ത്രിയല്ല, ആരായാലും റിപ്പോർട്ടർ TVക്കാരല്ല, ആരായാലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടടക്കമുള്ള ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ അന്വേഷണം നടത്തുക തന്നെ വേണം ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ. കാരണം പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. പച്ചവെള്ളത്തിന് തീ പിടിച്ചു എന്ന് പറയുന്ന പോലുള്ള പച്ചക്കള്ളമാണ് വി അബ്ദുറഹ്മാൻ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറയുമ്പോൾ എന്തെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രതികരിച്ചില്ല. അവസാനം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ട് എല്ലാം സുതാര്യമാണ്, കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു, അവരുടെ അനുമതി ഉണ്ടായിരുന്നു, ഇതൊക്കെ തിന്നുന്ന നാവ് കൊണ്ട് പറയാം എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഒരു പത്രക്കുറിപ്പ് ഇറക്കാത്തതോ ഒരു വാർത്താ സമ്മേളനം നടത്താത്തതോ എന്താണ് എന്നാണ് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്.